വിശ്വസിക്കാം, ആരെ വിശ്വസിക്കാൻ ഒക്കത്തില്ല എന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു. എല്ലാ കാര്യങ്ങളും സഹകരിക്കും, പക്ഷെ അവസാനം വരുമ്പോൾ തിരിഞ്ഞ് എന്ന് നമുക്ക് വാരവെക്കുകയും ചെയ്യും. വ്യക്തിപരമായിട്ട് 10 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ കൊടുത്തവരെ എനിക്കറിയാം. അതുകൊണ്ട് ദൈവവിളിക്ക് കൊടുക്കുന്നത് കാര്യമാണ്, പക്ഷേ നിർത്തരുത്. പാവപ്പെട്ട ദൈവമക്കള് ഇതിനൊന്നും കരുവാകാൻ പാടില്ല. തുടർചലനങ്ങൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മധ്യപ്രദേശ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ഗേറ്റ് വേ ചർച്ചിൻ്റെ സ്ഥാപകനുമായ റവറൻ ഡോക്ടർ സണ്ണി ഫിലിപ്പാണ്. തുടർചലനങ്ങൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് റവറൻ ഡോക്ടർ സണ്ണി ഫിലിപ്പിന് സ്വാഗതം. താങ്ക് യു. ഇങ്ങനെ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിൽ അറിയപ്പെടുന്ന ഒരു ചർച്ചാണ് ഗേറ്റ് വേ ക്രിസ്ത്യൻ ചർച്ച്. എങ്ങനെയാണ് താങ്കൾക്ക് ഈ ഒരു സഭ രൂപീകരിക്കാനുണ്ടായ കാരണം? ഈ സഭയ്ക്ക് IPC എന്ന ബൃഹത് സംഘടനയായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ഈ തുടർചലനങ്ങളിലേക്ക് വിശദീകരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ 21ാമത്തെ വയസ്സിൽ അമേരിക്ക വരാൻ ഭാഗ്യം ലഭിച്ചു. എനിക്ക് ഏകദേശം 24 വയസ്സ് ഉള്ളപ്പോഴാണ് PYFA എന്ന് പറയുന്ന യുവജന സംഘടന തുടങ്ങാൻ ദൈവം എന്നെ സഹായിച്ചത്. ആ സമയങ്ങളിലാണ് അനേകരെ നാട്ടിൽ നിന്നും കുടിയേറ്റക്കാരായി അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങിയത്. എന്നാൽ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ പ്രായമായി വിവാഹിതരായി കുടുംബസ്ഥരാകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സഭകൾക്ക് വേറൊരു പ്രശ്നമുണ്ടായി. കാരണം ഇവിടെ വളർന്ന കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് വീട്ടിൽ അപ്പനോടും അമ്മയോടും കഷ്ടിച്ച് മലയാളം പറയുന്നുള്ളതല്ലാതെ സഭയിൽ വന്നാൽ മലയാളത്തിലെ പാട്ടുകൾ ഒരുപോലെ അവർ പഠിച്ചിരിക്കും, എന്നാൽ പ്രശ്നങ്ങൾ പലപ്പോഴും അവർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അത് വലിയൊരു പരാതിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ, അല്ലെങ്കിൽ ഞാൻ അന്ന് ശുശ്രൂഷിച്ചിരുന്ന ശാലിയം പെന്തക്കോസ്റ്റൽ ടാബർനാക്കിൾ എന്ന IPC ചർച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ മെസ്സേജ് ഞാൻ ഇംഗ്ലീഷിലാക്കിയിരുന്നു. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഗസ്റ്റ് പാസ്റ്റേഴ്സ് വന്നാൽ അവർ മലയാളത്തിൽ പ്രസംഗിക്കും, ഞാൻ ഇംഗ്ലീഷിൽ ഒടുവിൽ പ്രസംഗിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ മറ്റു പല സഭകളിലും ദൈവദാസന്മാർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിവില്ലാതിരുന്നതുകൊണ്ടോ വിസമ്മതിച്ചതുകൊണ്ടോ ആ സഭകളിലെ കുഞ്ഞുങ്ങളൊക്കെയും അമേരിക്കൻ ചർച്ചകളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ആ ഒഴുക്ക് തടയാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അമേരിക്കയിൽ വന്നപ്പോൾ മുതൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു ഭാഷ എന്നുള്ളതിൽ ഞാൻ ചിന്തിച്ചു. ആ സമയങ്ങളിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു പ്രാഗൽഭ്യമാണ് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നതിന് പകരം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു സർവീസ് ആരംഭിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അങ്ങനെയാണ് ഈ ഗേറ്റ് വേ തുടങ്ങാൻ മുഖാന്തരമായത്. ഒരു ഭാഗത്ത് മെയിൻ സാങ്ച്വറിയിൽ ഇംഗ്ലീഷ് ആരാധന നടക്കുമ്പോൾ ഞങ്ങളുടെ ചാപ്പലിൽ മലയാള ആരാധനയും അതേസമയം തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ മലയാള ആരാധന ഇവിടെ ഉള്ളതുകൊണ്ട് ആ മലയാള ആരാധന വരുന്ന ആളുകളെല്ലാം തന്നെ 100% IPCക്കാരാണ്. ഞാനും 100% IPCക്കാരാണ്. ഇംഗ്ലീഷ് ചർച്ചിൽ വന്നിരിക്കുന്ന ചില മലയാളികളും IPCക്കാരാണ്. IPCക്കാരായ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ചർച്ചിന് അല്ലെങ്കിൽ 19 രാജ്യക്കാർ ഉൾക്കൊള്ളുന്ന ഒരു സഭയെ IPCയിൽ കൂട്ടിക്കൊണ്ടുപോകാവുന്ന ഒരു വ്യവസ്ഥ നമുക്കിന്നൊരു IPC ഇല്ല. അതുകൊണ്ട് ഗേറ്റ് വേ IPCയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എന്നാൽ ഗേറ്റ് വേയിലെ മലയാളം ചർച്ചിൻ്റെ ഇപ്പോഴത്തെ പേര് തന്നെ IPC ലോങ് ഐലൻഡ് എന്നാണ്. അവർ എല്ലാവരും IPC ആണ്, അവരുടെ ഐഡൻറ്റിറ്റി IPC ആണ്. എന്നാൽ ഇതുവരെ അവർക്ക് ഇവിടുത്തെ റീജിയനിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ദുഃഖത്തോടുകൂടെ ഞാൻ പറയുന്നു. എന്നാൽ അതേ സമയത്ത് ഞാൻ ഇങ്ങോട്ട് മാറുന്ന സമയത്താണ് IPC MB സ്റ്റേറ്റിലെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കാൻ തക്കണം അവരെന്നെ ക്ഷണിച്ചത്. അന്ന് മുതൽ അവിടെ സേവനമനുഷ്ഠിക്കുന്നു. അങ്ങനെ എൻ്റെ IPCയിലെ മെമ്പർഷിപ്പ് ഒരിക്കലും കട്ടായിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നുണ്ട്. IPCയിലെ ഒരു ശുശ്രൂഷനായിരുന്നു ഇന്നും ഞാൻ IPCയിലെ ഒരു ശുശ്രൂഷൻ തന്നെയാണ്. ഇവിടെ IPCക്കാരായ ധാരാളം പേര് ഉള്ള ഒരു ചർച്ചുമാണ് നമ്മുടെ ചർച്ച എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ IPC ജനറൽ എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നല്ലോ താങ്കൾ. IPC ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഈ ഒരു ചർച്ചിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് മത്സരിച്ചത് എന്നൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 1988 എനിക്ക് IPCയിലെ പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ കിട്ടിയത്. പാസ്റ്റർ TS എബ്രഹാമും പാസ്റ്റർ PK ചക്കാച്ചാനും കൂടെ കൂടി റാന്നി IPC സെൻട്രൽ കൺവെൻഷൻ വെച്ചാണ് എനിക്ക് ഓർഡിനേഷൻ തന്നത്.
അത് 1988-ലായിരുന്നു. 89-ലാണ് ശാലേം പെന്തക്കോസ്റ്റൽ ടാബർനാക്കിൾ എന്ന ചർച്ച് ആരംഭിച്ചത്. ആ ചർച്ച് ആരംഭിച്ചപ്പോൾ മുതൽ ഞാൻ IPCയിലെ ഒരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞല്ലോ 18 വർഷക്കാലം SPTയിലെ പാസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് നേരത്തെ വിവരിച്ച പോലെ ഗേറ്റ് അവിടെ നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ മാറി വേറെ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്നു. എന്നാൽ അന്ന് മുതൽ അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഞാൻ IPC MP സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ആ IPCയുമായിട്ടുള്ള ബന്ധം തുടർമാനമായിട്ട് തുടരുന്നുണ്ട്, അല്ലെങ്കിൽ വിഘ്നം കൂടാതെ തുടരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്നത് IPC MP സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും MP സ്റ്റേറ്റിൽ നിന്നുള്ള നമ്മുടെ ജനറൽ കൗൺസിൽ പ്രതിനിധി എന്നുള്ള നിലയിലുമാണ്. ആ രീതിയിൽ ഇലക്ഷൻ നയിക്കാൻ 100% യോഗ്യത എനിക്കുണ്ട്. നമ്മുടെ ഭരണഘടന പ്രകാരം അതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണ് ഇലക്ഷൻ നിന്നതും. ഇലക്ഷൻ കമ്മീഷണറോട് ആരോ ഈ ചോദ്യം എഴുതി ചോദിച്ചപ്പോഴും ഞാൻ ഇതേ മറുപടി എഴുതി കൊടുത്തു. അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് നിയമപ്രകാരം അത് സാധുതയുള്ളതാണ് എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ കാൻഡിഡേറ്റായിട്ട് രംഗത്ത് വന്നതും കാര്യമായിട്ട് ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയതും. ഇന്നും അതിൽ സന്തോഷമേ ഉള്ളൂ. ഇന്ത്യ പെന്തക്കോസ്തയുടെ ജനറൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കൾ ഒറ്റയ്ക്ക് രാഷ്ട്രീയപരമായി ഒരു സ്വാധീനമില്ലാതെ, ഒരു പാനൽ പരമായി ഒരു സ്വാധീനമില്ലാതെ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് താങ്കൾ ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം? ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിൽക്കാൻ മുൻകൂട്ടി പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് മുമ്പ് കൂട്ടി അതിനുള്ള ക്രമീകരണങ്ങളൊന്നും ചെയ്യുകയോ ഏതെങ്കിലും പാനലിൻ്റെ ഭാഗമാകാൻ പരിശ്രമിക്കുകയോ ചെയ്യാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ ടീമിലെ ജനറൽ കൗൺസിലിൽ ഭരണ പ്രതിസന്ധികൾ തുടർമാനമായി നടക്കുന്നത് കണ്ടപ്പോൾ, അനേക കേസുകളും വഴക്കുകളും ഉണ്ടാകുന്നത് കണ്ടപ്പോൾ, ജനറൽ കൗൺസിലിൽ തന്നെ മീറ്റിങ്ങുകളിൽ തന്നെ ആളുകൾ എഴുന്നേറ്റ് യാതൊരു പരസ്പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ, ദൈവദാസന്മാരെന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യാതെ മറ്റു രീതിയിൽ അഭിസംബോധന ചെയ്തപ്പോൾ നമ്മുടെ സഭ വളരെ വേഗത്തിൽ ഒരു ദുർഗതിയിലേക്ക് പോവുകയാണല്ലോ, ഒരു അധപതനത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഈ സഭയിലെ ഒരു പാസ്റ്ററും ഒരു ലീഡറുമായ ഞാൻ അത് കണ്ടുകൊണ്ട് വഴിയറമ്പിൽ വെറുതെ കൈയും കെട്ടി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഇലക്ഷന് ഇറങ്ങാൻ തക്കവണ്ണം താല്പര്യപ്പെട്ട് മുമ്പോട്ട് വന്നത്. അതിനെക്കുറിച്ച് ആളുകളോട് അന്വേഷിച്ചപ്പോൾ ആളുകളിൽ നിന്ന് പോസിറ്റീവായ പ്രതികരണം കിട്ടുകയും എൻകറേജ്മെൻറ്റ് കിട്ടുകയും ചെയ്തുകൊണ്ടാണ് വന്ന് ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിച്ചത്. ഒന്നും അറിയാത്ത ഒരാളായിട്ട്, നാട്ടിലെ കളികളെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളായിട്ട്, നാട്ടിലെ ഇലക്ഷൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളായിട്ടാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടെ എടുത്തു വെച്ചൊരു ശബ്ദമാണ്. കാരണം IPCയിൽ മാറ്റത്തിൻ്റെ ഒരു ശബ്ദമായിരിക്കണം എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ എൻ്റെ ലക്ഷ്യം. ഇപ്പോഴും അത് തന്നെയാണ് ലക്ഷ്യം, മുമ്പോട്ടും അത് തന്നെയായിരിക്കും ലക്ഷ്യം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താങ്കൾ കേരളത്തിലായിരുന്നു ചില സമയങ്ങളിൽ. താങ്കൾക്ക് നേടിയ, അതായത് IPC ഇലക്ഷൻ സംബന്ധിച്ച് താങ്കൾക്ക് നേടിയ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്? അനേക പാഠങ്ങൾ പഠിച്ച ഒരു ക്രാഷ് കോഴ്സായിട്ട് എൻ്റെ ഈ ഇലക്ഷൻ അനുഭവങ്ങൾ മാറി എന്നുള്ളതാണ് സത്യം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിലെ രീതികളൊന്നും അറിയാൻ വയ്യാത്ത ഒരാളായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നിറങ്ങിയത്. പറഞ്ഞതുപോലെ നാട്ടിലെ ഇലക്ഷൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ നമ്മുടെ സഭാ രാഷ്ട്രീയത്തെക്കുറിച്ചോ വലിയ അറിവില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നതെന്ന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം വർഷങ്ങളായിട്ട് ഞാൻ വടക്കേണ്ടിൽ വന്നിട്ട് ഇനി തിരിച്ചു പോവുകയുള്ളായിരുന്നു. കുമ്പനാട് കൺവെൻഷൻ മാത്രമേ കേരളത്തോട്ട് വരുന്നുള്ളായിരുന്നു. എന്നാൽ അമേരിക്കയിൽ IPCയുടെ റീജിയണൽ ലീഡർഷിപ്പിൽ ഇരുന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇവിടുത്തെ പോലെ ആയിരിക്കും കാര്യങ്ങളെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു എന്ന് സമ്മതിച്ചേ മതിയാകും. കാരണം ഇവിടെയും ഒന്നിലധികം ആളുകൾ വിവിധ സ്ഥാനങ്ങളിലേക്ക് നിൽക്കാറുണ്ട്. എന്നാൽ അവർ തമ്മിൽ അങ്ങനെ വലിയ മത്സരമോ കുതികാല് വെട്ടോ അല്ലെങ്കിൽ പാനൽ ഉണ്ടാക്കിയോ പണം കൊടുക്കുകയോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ ജയിക്കുന്ന ആൾ ജയിച്ചു വരുന്ന മറ്റാളുകളുമായിട്ട് ചേർന്ന് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതിനപ്പുറം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ നാട്ടിൽ ഞാൻ വന്നപ്പോൾ കണ്ട ഏറ്റവും വലിയ പ്രശ്നം, ആദ്യം പഠിച്ച പാഠം, നാട്ടിൽ നമുക്ക് ആരെ വിശ്വസിക്കാൻ ഒക്കത്തില്ല എന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം അമേരിക്കയിലെ മലയാളികൾ ഒരാൾ നമ്മളോട് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നൊക്കെ പറയും.
കാരണം ഈ സായിപ്പന്മാരുടെ നാട്ടിൽ ജീവിച്ച് സായിപ്പന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് അമേരിക്കയിലെ മലയാളികൾക്കെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം സായിപ്പന്മാരെല്ലാം തുറന്നു പറയുന്നവരാ. അതുപോലെ ഇപ്പം അമേരിക്കൻ മലയാളികളായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമില്ലാത്ത പലരും അല്ലെ എന്നോട് വലിയ മൈത്രി ഇല്ലാത്ത പല അനേക ആളുകളെ എനിക്ക് അമേരിക്കയിൽ അറിയാം. എനിക്ക് പക്ഷെ അവരോട് പ്രശ്നമൊന്നുമില്ല. അവരെ ആ സ്റ്റാൻഡ് അവർ ക്ലിയർ ആക്കിക്കൊണ്ട് അവരോട് ബഹുമാനമേ ഉള്ളൂ. എന്നാൽ നാട്ടിലങ്ങനെയല്ല. എല്ലാവരും മുഖത്ത് നോക്കി ചിരിക്കും, സന്തോഷമായിട്ട് പറയും, വേണേൽ കൈ തരും, എല്ലാം സ്നേഹമായിട്ട് ഇടും, എല്ലാ കാര്യങ്ങളും സഹകരിക്കും. പക്ഷെ അവസാനം വരുമ്പോൾ തിരിഞ്ഞ് എന്ന് നമുക്ക് വാര വെക്കുകയും ചെയ്യും. അതാണ് നാട്ടിൽ വന്നപ്പോൾ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ പാഠം. അങ്ങനെയാണെങ്കിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടാത്തത് എന്നറിയത്തില്ല. ഒന്നാമതേ ശുശ്രൂഷകന്മാർ തമ്മിൽ. ഞാൻ IPCയിൽ ഒരു ശുശ്രൂഷകനാണല്ലോ. എൻ്റെ കൂട്ടു സഹോദരന്മാരായ ശുശ്രൂഷകന്മാരെ എനിക്ക് വിശ്വസിക്കാൻ ഒക്കത്തിൽ. പിന്നെ ഞാനെങ്ങനെയാണ് അവരോട് ഒന്നിച്ചൊരു പ്രസ്ഥാനത്തിൽ മിനിസ്റ്റർ ചെയ്യുന്നത്? ഇതാണ് നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളവർ നാളെ നമ്മളോട് കാണുമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും വ്യക്തമായ ഒരു സ്റ്റാൻഡില്ല. അല്ലെങ്കിൽ ആശയങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൻ്റെ പുറത്തോ തത്വങ്ങളുടെ പുറത്തോ ഉള്ള ഒരു സ്റ്റാൻഡല്ല ആളുകളുടെ സ്റ്റാൻഡ്. കൺവീനിയൻസിന് വേണ്ടിയുള്ള സ്റ്റാൻഡാണ്. ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നതാണ് കൺവീനിയെങ്കിൽ ഇന്ന് എൻ്റെ കൂടെയാണ്, നാളെ വേറെ ഒരാളുടെ കൂടെ നിൽക്കുന്നതാണ് കൺവീനിയെങ്കിൽ അതാണ് അവരുടെ സ്റ്റാൻഡ്. ഇതാണ് രണ്ടാമത് പഠിച്ച പാഠം. മൂന്നാമത് പഠിച്ച പാഠം എന്ന് പറയുന്നത്, ദൈവദാസന്മാർ പലരും പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയില്ലാത്തവരാണെന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു വിഷയം. കാരണം ഒരാൾക്കെങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ദൈവജനമായിട്ട് നടക്കുന്നത്? എങ്ങനെയാണ്? അതെന്നെ വളരെ ഭാരപ്പെടുത്തിയ ഒരു വിഷയമാണ്. ഞാൻ പഠിച്ചൊരു പാഠമാണ്. നാലാമത് പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത്, വാഗ്ദാനങ്ങൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കണ്ട, അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലായി. കൊള്ളയാണ് വാഗ്ദാനങ്ങളല്ല എന്ന് മനസ്സിലായി. അപ്പം അതും എനിക്ക് വളരെ പ്രയാസമുള്ള ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം ദൈവവചനപ്രകാരം ഒരു ദൈവത്തിൻ്റെ ഒരു ഗുണവിശേഷം എന്ന് പറയുന്നത്, വാക്ക് പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാട്ടം എന്നുള്ളതാണ്. ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്നവരാണ് ഞങ്ങളൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അത് പിന്നെ മരിക്കുന്നവരെ ആ വാക്കിന്ന് പിന്നെ മാറത്തില്ല. സുഹൃത്താന്ന് പറഞ്ഞാൽ സുഹൃത്താണ്, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം വാക്ക് മാറ്റി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിയുമ്പോൾ നിലപാടുകൾ മാറ്റിയെന്ന് വരും. എന്നാൽ നിങ്ങളോട് ഞങ്ങളെ സുഹൃത്താന്ന് പറഞ്ഞാൽ ഞങ്ങളെ സുഹൃത്താണ്, മരിക്കുന്ന ഒരു സുഹൃത്തായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. കാരണം പിന്നീട് ഒരവസ്ഥ വന്നാൽ വാക്ക് മാറത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. പക്ഷെ നാട്ടിലാർക്കും ഇതൊന്നും അല്ല വിഷയം എന്ന് മനസ്സിലായി. അത് എന്നെ വളരെ ഭാരപ്പെടുത്തി. ഞാൻ ആ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് കണ്ട പെന്തക്കോസാണ്, മലയാളി പെന്തക്കോസാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ മലയാളി പെന്തക്കോസും അന്നത്തെ മലയാളി പെന്തക്കോസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദുഃഖത്തോടുകൂടെ ഞാൻ പറയട്ടെ. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കാര്യങ്ങളാണ് IPC ജനറൽ എക്സിക്യൂട്ടീവ് ഇലക്ഷന് പണം കൊടുത്ത് സ്വാധീനിച്ച് ആൾക്കാരെ വോട്ട് നേടുക, അതുകൊണ്ട് തന്നെ പാനൽ രാഷ്ട്രീയം, കാലുമാറിക്കളി. താങ്കൾ തൊട്ട് മുമ്പുള്ള ആൻസറിലും അത് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇതിന്, അതായത് ഈ പാനൽ രാഷ്ട്രീയത്തിനോ ഈ പൈസ കൊടുത്ത് വോട്ട് മറിക്കുന്നോ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്ക് അതിന് ബന്ധമുണ്ടോ എന്നൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. ഞാൻ അതിനകത്ത് അനുഭവസ്ഥനായതുകൊണ്ട് അത് വിശദീകരിക്കാൻ സന്തോഷമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഇലക്ഷനാണല്ലോ. കുമ്പനായിട്ട് വന്ന് എല്ലാവരും വോട്ട് ചെയ്യണം. അപ്പം കുമ്പനായിട്ട് വന്ന് വോട്ട് ചെയ്യേണ്ടത് കൊണ്ട് കോട്ടയത്തിന് അപ്പുറത്തോട്ടുള്ളവരോ അല്ലെങ്കിൽ കൊട്ടാരക്കരോട്ട് അങ്ങോട്ടുള്ളവരോ ഒക്കെ ഞങ്ങൾക്ക് വാഹന ക്രമീകരണങ്ങൾ ചെയ്ത് തന്നെങ്കിലേ ഞങ്ങൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ അതിനൊക്കെ എതിരായിരുന്നു. എന്നാൽ നാട്ടിലെ പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനോടുള്ള എൻ്റെ എതിരുകൾ മാറി. അപ്പോൾ അതിനുവേണ്ടി അവിടെ നിന്ന സ്ഥാനാർത്ഥികൾ പണം മുടക്കിയെങ്കിൽ അതിലെനിക്ക് ആരോടും വിരോധമില്ല. കാരണം കുറേ പണം ഞാനും മുടക്കി, ഒന്നും തുറന്ന് സമ്മതിക്കാൻ സാധ്യമല്ല. എന്നാൽ മനസ്സിലായൊരു വിഷയം, പ്രയാസം ഉണ്ടാക്കിയൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു സെൻറ്ററിൽ ചെന്നു, സെൻറ്ററിലെ മെയിനായിട്ടുള്ള ആളുകളെ കണ്ടു, നമ്മൾ സംസാരിച്ചു, നമ്മളോട് പറഞ്ഞ് ഭാഷ ഞങ്ങൾക്കറിയാം, ഭാഷയുടെ മിനിസ്ട്രി ഞങ്ങൾക്കറിയാം, അനേക വർഷങ്ങളായിട്ട് ഭാഷ ഇവിടെ വരികയും കുമരാട് കണക്ഷലൊക്കെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ, ഞങ്ങൾക്കതുകൊണ്ട് ഭാഷയെ നല്ലോണം അറിയാം. ഭാഷർക്ക് വോട്ട് തരാൻ ഞങ്ങളുടെ സെൻറ്ററുള്ളവർക്ക് മനസ്സാണ്, ഞങ്ങൾ സഹോദരന്മാർ ഒന്നിച്ച് അതിനുവേണ്ടി നിൽക്കാൻ ചെയ്യാം, ഭാഷ ഞങ്ങൾക്ക് വാഹന ക്രമീകരണങ്ങൾ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പലയിടങ്ങളിലും ഞങ്ങൾ വാഹന ക്രമീകരണങ്ങൾ ഇട്ട് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. ആ വാഹനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഇലക്ഷൻ ദിവസം ശ്രദ്ധിക്കാൻ ആളുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ടീമുള്ളവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. വാഹനങ്ങൾ വരികയും ചെയ്തു.
പക്ഷേ ഇലക്ഷൻ്റെ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ നമ്മളോട് പണം വാങ്ങിച്ച് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വന്ന വാഹനങ്ങൾ വന്ന പലരും നമുക്കല്ല വോട്ട് ചെയ്തത്. അതെങ്ങനെയാണ് നടക്കുന്നത്? അതെങ്ങനെയാണ് സാധിക്കുന്നത്? ദൈവമക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലയിടങ്ങളിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയുള്ള ദേവദാസന്മാർ മാന്യമായിട്ട് ഇടപെട്ടു. അവർ പറഞ്ഞു, ഓൾറെഡി ഞങ്ങൾ വേറെ ഇന്നയാൾ ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വാക്ക് മാറാൻ സാധ്യമല്ല, അതുകൊണ്ട് പാഷക്ക് ഞങ്ങളുടെ ഇവിടെ ഈ സെൻട്രൽ വോട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. അതിനെനിക്ക് ഒരു പ്രയാസമില്ല. അവരോട് വളരെ ബഹുമാനത്തോടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പറയുകയും നമ്മളോടുകൂടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പണം വാങ്ങിക്കുകയും ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ ആളുകൾ വരികയും ചെയ്തു, പക്ഷെ വോട്ടെണ്ണിയപ്പം വോട്ടില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ആ നാറിയ സഭാ രാഷ്ട്രീയത്തെയാണ് നാം ഇതിലൂടെ ഞാൻ എതിർക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഇലക്ഷൻ ഇറങ്ങിയുകൊണ്ട് എനിക്കിപ്പോഴുള്ള എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം ഈ ഇലക്ഷനോടുകൂടെ ആ നാറിയ പരിപാടികളെല്ലാം അവസാനിക്കണം. ഈ ചീഞ്ഞ അറിയാനുള്ള വാക്കായിട്ട് കുറച്ചൊക്കെ ഒഫൻഡഡ് ആയി കാണും, സോറി. നമ്മുടെ ഈ ചീഞ്ഞ പരിപാടികളല്ല ഇതോടുകൂടെ അവസാനിക്കണം. കാരണം അടുത്ത ഇലക്ഷൻ തൊട്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ഇലക്ഷൻ നന്നായി ചെയ്തൊക്കെ ഒരു സിസ്റ്റം നമുക്കുണ്ടാക്കണം. 3 വർഷം നമുക്കുണ്ടല്ലോ, ആ 3 വർഷം കൊണ്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഞാനും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് വാഗ്ദത്തം തരും. എന്തുകൊണ്ടാണ് സഭാ രാഷ്ട്രീയത്തിലേക്ക് ഇത്ര പണം കൊടുത്തും താങ്കൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് എന്ത് പ്രവൃത്തി കാണിച്ചും സഭാ രാഷ്ട്രീയത്തിലേക്ക് മുൻപന്തിയിൽ വരാൻ നമ്മുടെ നേതാക്കന്മാർ കാണിക്കുന്ന ഈ ഒരു തിടുക്കം? ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തെ അല്ലെന്നുണ്ടെങ്കിൽ വിശ്വാസ സമൂഹത്തെ പോലും വെറും തരം താഴ്ത്തക്കത്തെ രീതിയിലോട്ട് നമ്മുടെ നേതാക്കന്മാർ കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തി അവിശ്വാസികളെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ കാണിക്കാത്ത അത്രയ്ക്കും ഹീനമായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ സഭാ രാഷ്ട്രീയ നേതാക്കന്മാർ വിശ്വാസ സമൂഹത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനൊരു കാരണം? എന്താണ് ഈ സഭാ രാഷ്ട്രീയത്തിലേക്ക് ഈ നേതാക്കന്മാർ ഇങ്ങനെ എന്ത് നീച പ്രവൃത്തി കാണിച്ചും കാലുവാരിയും പണം എറിഞ്ഞും വിശ്വാസികൾ ദശാംശമായി കൊടുക്കുന്ന പണം ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് കാണിച്ച് സഭാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ താങ്കൾക്ക്? ഞാൻ നാളുകൾക്ക് ശേഷമാണ് നാട്ടിൽ വന്ന് 1 മാസത്തിലധികം നിന്ന് അനേകയിടങ്ങളിൽ പോയി, അനേക ലോക്കൽ സഭകളിൽ പോയി, അനേക സെൻറ്ററുകളിൽ പോയി, അനേക നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്ത് പഠിച്ചതിൽ നിന്നും നേരത്തെ മനസ്സിൽ കിട്ടിയിരുന്ന ചില ധാരണകൾ സത്യമാണെന്ന് നമ്മുടെ ബോധ്യമായി. ഇന്നത്തെ നമ്മുടെ സ്ഥിതിക്കുള്ള കാരണം എന്ന് പറയുന്നത് ടൈറ്റിലുകൾ നോക്കിയാണ് പ്രോഗ്രാം കിട്ടുന്നതെന്നുള്ളതാണ്. എനിക്ക് കൊച്ചിലെ അറിയാവുന്ന പെന്തക്കോസ്തിൽ ടൈറ്റിലുകളുടെ ആവശ്യമില്ല. ശുശ്രൂഷയുള്ളവന് മാന്യത ഉണ്ടായിരുന്നു. ശുശ്രൂഷയ്ക്കായിരുന്നു മാന്യത, ടൈറ്റിലിനല്ലായിരുന്നു. അതുകൊണ്ട് അന്നാരും ഇലക്ഷന് ഇത്രയും പ്രാമുഖ്യം കൽപ്പിച്ചില്ല. അന്നാരും വോട്ട് പിടിക്കാൻ വേണ്ടി ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ആരെങ്കിലും ആയി പ്രായമായ ആരെങ്കിലും ദൈവദാസന്മാർ മുൻപന്തിൽ വന്നു, അവരെ എല്ലാവരും അംഗീകരിച്ചു. അതിനപ്പുറത്ത് മറ്റ് വിഷയങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഒരു ടൈറ്റിലും ഇല്ലാത്ത ശുശ്രൂഷയുള്ളവർക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലം മാറി. ഇന്ന് സെൻട്രൽ മാസ്റ്റർ ആയതുകൊണ്ട് ശുശ്രൂഷ കിട്ടുന്നു, അല്ലെങ്കിൽ കല്യാണം നടത്താൻ വിളിക്കുന്നു, അല്ലെങ്കിൽ ശവസംഹാരം നടത്താൻ വിളിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ട്, സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട്, അല്ലെങ്കിൽ POEPയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് വിളിക്കുന്നു. അങ്ങനെ ടൈറ്റിലുകളുടെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം കിട്ടുന്ന ഒരു കാലത്ത് വന്നതുകൊണ്ടാണ് ടൈറ്റിലുകൾക്ക് വേണ്ടി ആളുകൾ ബന്ധപ്പെട്ട് ഓടുന്നത്. ടൈറ്റിലുകൾ അധികം ഇല്ലല്ലോ. അതുകൊണ്ട് ഈ എന്ത് വില കൊടുത്ത് ഈ ടൈറ്റിൽ കിട്ടാൻ ആളുകൾ ഓടുകയാണ്. കാരണം ആളുകൾ ഓടിയെങ്കിലേ ടൈറ്റിൽ കിട്ടുകയുള്ളൂ. ടൈറ്റിൽ കിട്ടിയെങ്കിലേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ദുർഗതി എത്ര കാലം കൊണ്ട് IPC ഉണ്ടെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകൾ കൊണ്ടാണ് ഇതുണ്ടായെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ആ ദുർഗതി IPC വരുത്തി വെച്ചവർ, കാലക്രമേണ വരുത്തി വെച്ചവർക്കാണ് ഇന്നത്തെ ദുർഗതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്നോട് ചോദിച്ചത്. ദൈവം പരിപാലിക്കേണ്ട ദൈവസഭ കോടതി വിധികളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ നേതാക്കന്മാർ രാഷ്ട്രീയപരമായും കോടതികളിൽ കയറിയിറങ്ങി ചെലവഴിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുന്നിലുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ദൈവം പരിപാലിക്കേണ്ട ദൈവസഭ ഇന്ന് കോടതിയാണ് പരിപാലിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഒരുപക്ഷെ നമ്മുടെ സഭാ നേതാക്കന്മാരും വിശ്വാസി സമൂഹം വളരെ ഭക്തിയോടും നിർമ്മലയോടും കാണുന്ന
നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ സീനിയർ പാസ്റ്റർമാർ കോടതിയിൽ കയറി ഇറങ്ങി രാഷ്ട്രീയപരമായും പണപരമായും കളിക്കുന്ന ഒരു കളി എന്ന് തന്നെ ഇതിനെ പറയാം. എന്താണ് ഈ IPC സഭയ്ക്ക് ഇങ്ങനൊരു ഗതികേടിലോട്ട് പോകാനുണ്ടായ കാരണം? എന്താണ് ഈ കോടതിയെയും രാഷ്ട്രീയവും പണവും വെച്ച് നമ്മുടെ നേതാക്കന്മാർ കളിക്കുന്നത് എന്ന് താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഒന്ന് പറയാമോ? IPC വളരെ മാറിപ്പോയി. എനിക്കറിയാമായിരുന്ന IPC, നാട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ള IPC എന്ന് പറയുന്നത് ദൈവദാസന്മാരെ വളരെ ഭയഭക്തിയോടുകൂടെ ആദരിക്കുന്ന ഒരു IPC ആയിരുന്നു. ലോക്കൽ സഭയിലെ പാഷന്മാരെ പോലും എത്രയോ ആദരവോടുകൂടിയാണ് കണ്ടിരുന്നതെന്ന് ഇന്ന് ഞാനൊരു നോൾസ്റ്റാൾജിയ ആയിട്ട് അങ്ങ് ഓർത്തു പോവുകയാണ്. കാരണം ഇന്ന് അങ്ങനെ ഒരു സംഭവം കാണാനേ ഇല്ലല്ലോ. നല്ലത് ക്രമേണ ഉണ്ടായൊരു മാറ്റമാണ്. മാറ്റങ്ങൾ വരുന്നു എന്നെനിക്ക് മനസ്സിലായത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുമ്പനാട്ട് കൺവെൻഷന് വേണ്ടി ഒരിക്കൽ വന്നപ്പോഴാണ്. അപ്പോൾ കുമ്പനാട്ട് കൺവെൻഷന് ഞാൻ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം, നമ്മുടെ ആ മാവിൻ്റെ ചൂട്ടിൽ നിന്ന് രണ്ട് ദൈവദാസന്മാർ തമ്മിൽ ഉച്ചത്തിൽ കയർത്ത് സംസാരിക്കുന്നു. ഒരാളെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നുകൊണ്ട് ഞാൻ അടുത്തിയെന്നു എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി എടുത്തിരുന്നപ്പോൾ ആ വ്യക്തി മറ്റേ വ്യക്തിയോട് പറയുകയാണ്, ഒറ്റ കുത്തിന് നിൻ്റെ കുടൽ വെളിയെടുക്കുന്നു. രണ്ട് പാഷന്മാർ, IPCയിലെ രണ്ട് പാഷന്മാർ തമ്മിൽ സംഭാഷണം നടത്തുകയാണ്. പിന്നീട് വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞു. സ്ഥലം മാറ്റം സംഭവിച്ച് ഉണ്ടായ ഒരു വാദപ്രതിവാദമാണ്. അപ്പോൾ അന്ന് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നടന്നാകുന്നു, അവരോടൊന്നും സംസാരിക്കാൻ നടന്നാകുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടിപ്പോൾ ഒരു ചിന്ത, പാസ്റ്റർമാരുടെ സ്റ്റാൻഡേർഡ് ഇതാണെങ്കിൽ വിശ്വാസികളുടെ സ്റ്റാൻഡേർഡ് എന്തോ ആയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സഭയെ നശിപ്പിച്ചത്. ആത്മീയമായ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഭ വേറൊരു പ്രസ്ഥാനമാണ്. സഭ പ്രസ്ഥാനമായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനുഷ്യരറിയുന്ന കാലത്ത് ദൈവം എനിക്ക് തന്നൊരു സന്ദേശമുണ്ട്. അത് ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ യെഹെസ്കേലിന് ദൈവം കാണിച്ചു കൊടുത്തൊരു ദർശനമാണ്. ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ നടന്നുകൊണ്ടിരുന്ന എന്താണെന്ന് ദർശനത്തിലൂടെ ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ ആ ദേവാലയത്തിനകത്ത് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ട ദൈവദാസന്മാർ സൂര്യ നമസ്കാരം നടത്തുന്നതിനെക്കുറിച്ചും അതിൻ്റെ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ആ കട്ടനയിൽ സർപ്പങ്ങളെ വരച്ചു വെച്ചിരുന്നതിനെക്കുറിച്ചൊക്കെ യെഹെസ്കേലിൻ്റെ പ്രവർത്തനമുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിനും പുറകോട്ടിറങ്ങി ചിന്തിച്ചാൽ ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിച്ച ദിവസം ദൈവം ഇറങ്ങുന്ന ശലോമോനോട് പറഞ്ഞു, ശലോമോനെ, കാഴ്ചയ്ക്ക് മനോഹരമാണ് ഈ ദേവാലയം, സ്വർണം പൊതിഞ്ഞ ദേവാലയമാണ്, കോടിക്കണക്കിന് ഡോളറിൻ്റെ വിലയുള്ള ദേവാലയമാണ്. പക്ഷെങ്കിൽ നീ എന്നെ ആരാധിക്കണത്തോളം മാത്രമേ ഈ ദേവാലയത്തിന് വിലയുള്ളൂ. അതെന്നെ ഭയപ്പെടുത്തിയ ഒരു ചിന്തയാണ്. അന്ന് ദൈവം ശലോമോനോട് പറഞ്ഞതാണ്, എന്ന് നീ പൂർണ്ണഹൃദയത്തോടെ നീയും നിന്റെ ജനവും എന്നെ പിൻപറ്റുന്ന നിർത്തുമോ, അന്ന് ജാതികൾക്ക് ചവിട്ടാൻ ഞാൻ ഈ ദേവാലയത്തെ വിട്ടുകൊടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ ദൈവം ചെയ്തത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, വീണ്ടും ഞാൻ മടങ്ങി യെഹെസ്കേലിൻ്റെ പ്രകടനത്തിലേക്ക് വന്നാൽ അവിടെ നമ്മൾ കാണുന്ന വേറൊരു ദർശനമുണ്ട്. ഈ ജാതികൾ വന്ന് ചവിട്ടുന്നതിന് മുമ്പേ വേറൊരു സംഭവം അവിടെ നടന്നു. പക്ഷേ ബിസി ആയിരുന്ന ദേവാലയത്തിലെ നേതാക്കന്മാർ അത് അറിഞ്ഞില്ല. അതെന്തെന്ന് ചോദിച്ചാൽ കെരുബുകളുടെ മധ്യേ വസിച്ച ദൈവത്തിൻ്റെ ഷെക്കൈന പൊങ്ങി കിഴക്കോട്ട് പറന്നു പോകുന്നത് ദൈവം പ്രവാചകനെ കാണിച്ചു. കിഴക്കോട്ട് പറന്നു പോയെന്ന് മാത്രമല്ല, അത് പറന്ന് യെരുശലേം ദേവാലയം വിട്ട് അകന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ തേജസ് അകന്നു പോവുകയാണ്. അകന്നു പോയപ്പോൾ ആദ്യം അത് ഒലിവുമലയുടെ മുകളിൽ വന്നൊന്ന് നിന്നത് ഞാൻ മനസ്സിലാക്കുന്ന ദൈവം പുറകോട്ടൊന്ന് നോക്കുകയായിരുന്നു. നോക്കിയിട്ട് ദൈവം ആത്മകഥം ചെയ്യായിരുന്നു. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട എൻ്റെ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന 10 പേരുണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ വിട്ട് പോകണ്ടായിരുന്നല്ലോ. എൻ്റെ ജനത്തിൻ്റെ മധ്യ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ അവിടെ മധ്യ തന്നെ വസിച്ചേനെവല്ലോ എന്ന്. എന്നാൽ അവിടെ ആരും പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. അവിടെ തമ്മൂസിനെ കുറിച്ച് കരയുന്ന ജനങ്ങളാണ് പുറകോട്ട് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ് കണ്ടത്. അതുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ തേജസ് കിഴക്കോട്ട് പറന്ന് പോകുന്നതായിട്ട് നമ്മൾ യെഹെസ്കേലിൻ്റെ പ്രവൃത്തി വായിക്കുന്നു. IPCയിലും ഈ ദുർഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാനും IPCയിലെ ഒരു നേതാവ്, ഒരു സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റാണ്. അതുകൊണ്ട് എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ പറയുന്നത്. IPCയിലെ നേതാക്കന്മാർ ആത്മാർത്ഥമായിട്ട് റിപ്പൻറ്റ് ചെയ്ത് ദൈവസന്നിധി തങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ മുഖം അന്വേഷിക്കാൻ മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ IPCയിൽ ദൈവദേശം പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള അടയാളമാണ് ജാതികളെന്ന് IPCയെ ന്യായം വിധിക്കേണ്ടി വരുന്നത്. ഇതിനു മുമ്പ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാൽ നമ്മൾ ഒന്നിച്ചിരുന്ന് പരസ്പര സ്നേഹത്തിൽ ഒന്നിച്ചിരുന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തീർത്തില്ലേ. എൻ്റെ മാതൃസഭയിൽ ഞാൻ റാന്നി IPC വെളിയറ സഭയിലെ പിതാക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ കൊച്ചിലെ കേട്ടുള്ള ഓർക്കുന്നു.
കാത്തിരിപ്പ് യോഗം വരുമ്പോൾ തമ്മിൽ മാസങ്ങളായിട്ട് മിണ്ടാതിരുന്ന സഹോദരന്മാർ കാത്തിരിപ്പ് യോഗത്തിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞ് കെട്ടി പിടിച്ച് ചുംബനം ചെയ്ത് പരസ്പരം പരസ്യമായിട്ട് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ നിലനിർത്തിയ സഭയാണ് IPC സഭ. പ്രസംഗം പോലെ ഞാൻ പറയുന്നത് എന്നോട് ക്ഷമിക്കുക, പക്ഷേ ഞാൻ വികാരഭരിതനാകുന്നതുകൊണ്ട് പറയാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ നിലനിർത്തി നമ്മുടെ ദൈവസാന്നിധ്യം ഇന്ന് വരെ. എന്നാൽ ഇന്നുള്ളവർക്ക് ക്ഷമ വേണ്ട, ഇന്നുള്ളവർക്ക് റിപ്പൻറ്റൻസ് വേണ്ട, ഇന്നുള്ളവർക്ക് അന്യോന്യം ക്ഷമ ചോദിക്കേണ്ട, ഇന്നുള്ളവർ എന്നാൽ നിന്നെ ഞാൻ കാണിക്കാവിട എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഒരു വക്കീലിനെ പിടിക്കാൻ ഓടുകയാണ്. ഇതൊരു ദൈവസഭയല്ല. ഇന്ന് ദൈവസഭയുടെ നമ്മൾ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. നമ്മൾ ദൈവസഭയായിട്ട് മടങ്ങി വരണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മടങ്ങി വരുന്നത് കോടതി നിരൂപിച്ചാൽ മടങ്ങി വരാൻ സാധ്യമല്ല, രാഷ്ട്രീയ നേതാക്കന്മാരെ നിരൂപിച്ചാൽ മടങ്ങി വരാൻ സാധ്യമല്ല, പാനലുകൾ നിരൂപിച്ചാൽ മടങ്ങി വരാൻ സാധ്യമല്ല. ദൈവമക്കളാണ് ഞങ്ങളെന്നുള്ള ബോധ്യത്തോടുകൂടെ ആത്മതാപത്തോടുകൂടെ മടങ്ങി ദൈവസ്ഥലേക്ക് വന്ന് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ അവർക്ക് ഹീലിംഗ് വരുത്താമെന്ന് കർത്താവ് പറഞ്ഞേക്കുന്നത് 2 ദിനവൃത്താന്തം 7:14. നമ്മൾ നമ്മുടെ ഈ തെറ്റായ വഴികളെല്ലാം കളഞ്ഞേച്ച്, തെറ്റായ ചിന്താഗതികൾ കളഞ്ഞേച്ച്, കഴിഞ്ഞ നാളുകളിൽ കോടിക്കണക്കിന് രൂപ വേസ്റ്റാക്കിയതിനൊക്കെ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് സുവിശേഷം പറയേണ്ടുന്ന പണം, ദൈവമക്കൾക്ക് കൊടുക്കേണ്ടുന്ന പണം, ദൈവദാസന്മാർക്ക് കൊടുക്കേണ്ടുന്ന പണം വടക്കേണ്ടിയിൽ കിടന്ന് പാട്ടിന് കിടന്നത് IPCക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്ക് 10 രൂപ കൊടുക്കാതെ ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഇന്നത്തെ നമ്മുടെ ഈ ജീർണിച്ച അവസ്ഥ മാറി നമ്മൾ പൂർണ്ണമായിട്ടും അനുതാപത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഒരു സഭയായിട്ട് നമുക്ക് മുമ്പോട്ട് വനക്കത്തുള്ളൂ. അല്ല പ്രസ്ഥാനം നമുക്ക് മതിയെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം പ്രസ്ഥാനത്തിൻ്റെ കാവൽക്കാരനല്ല, ദൈവം പ്രസ്ഥാനങ്ങളെ പടുതുയർത്തിയിട്ടില്ല. കർത്താവ് പറഞ്ഞ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. സഭയായിട്ട് തുടർന്നോളം കാലം മാത്രമേ കർത്താവ് അതിൻ്റെ മുമ്പിലുള്ളൂ. ഇല്ലെങ്കിൽ മനുഷ്യരാണ് അതിൻ്റെ മുമ്പിൽ. മനുഷ്യർ പിന്നെ കാണിക്കുന്നതൊക്കെ കാണിക്കും, താൽക്കാലത്തേക്ക് ചിലതൊക്കെ ചെയ്തു നിന്നിരിക്കും, ഈ പ്രസ്ഥാനത്തെ മുടിക്കുകയും ചെയ്യും. അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു ചർച്ചാണ് ഗേറ്റ് വേ ക്രിസ്ത്യൻ ചർച്ച്. താങ്കൾ മുമ്പ് പറഞ്ഞായിരുന്നു ഏകദേശം 19 രാജ്യക്കാർ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ചർച്ചാണ് ഗേറ്റ് വേ ക്രിസ്ത്യൻ ചർച്ച്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ IPC ജനറൽ ഇലക്ഷന് വൈസ് പ്രസിഡൻ്റായിട്ട് നിന്ന് മത്സരിച്ച് ഒരു പരാജയ സ്ഥിതിയിലേക്ക് പോയത്? അതിന് പാനൽ രാഷ്ട്രീയമായിട്ടോ പണപരമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നൊന്ന് വിശദീകരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ജോഷിൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ മറുപടി പറയാം. ഞാൻ ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ എൻ്റെ സഭയിലുള്ള നേതാക്കന്മാരോടെല്ലാം ഞാൻ അക്കാര്യം പറഞ്ഞു. പല ടീം ലീഡേഴ്സുണ്ട് ഇവിടെ, അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അവർക്കെല്ലാവർക്കും IPC അറിയാം, കാരണം IPCയിലൂടെയാണ് ഞങ്ങൾ മിഷൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെയുള്ള ദൈവജനങ്ങളാണ് MP സ്റ്റേറ്റിന് വേണ്ടി മാസം തോറും പണം കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്കെല്ലാം IPCയെക്കുറിച്ച് അറിയാം. IPCക്കാർ അല്ല, അവർ പല രാജ്യത്തുനിന്ന് വന്നവരായതുകൊണ്ട് IPCക്കാരല്ല, എങ്കിലും അവർക്കെല്ലാം IPCയെക്കുറിച്ച് അറിയാം. അന്ന് അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പാസ്റ്റർക്ക് ഇവിടെ മനോഹരമായ ഒരു ചർച്ച ദൈവം തന്നിട്ടുണ്ട്, രാഷ്ട്രീയമില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഒരു മനോഹരമായ ചർച്ച ദൈവം തന്നിട്ടുണ്ട്. ആ ചർച്ച വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ പാസ്റ്റർക്ക് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുമുണ്ട്. ഞാൻ പല രാജ്യങ്ങളിൽ എല്ലാ വർഷം പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട്. അപ്പോൾ അത് രണ്ടും പോരായോ, പിന്നെന്തിനാണ് ഒരു ഡിനോമിനേഷണൽ പൊളിറ്റിക്സിലോട്ട് ഇടപെടാൻ പോകുന്നത് എന്ന് ഇവിടെയുള്ള പല ജാതിക്കാരായ ദൈവമക്കൾ എന്നോട് സ്നേഹിക്കുന്നത് കൊണ്ട് ഹൃദയം തുറന്ന് ചോദിച്ചതാണ്. ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങിൽ ആ ചോദ്യം ഉയർന്നു വന്നതാണ്. എന്നാൽ അന്ന് ഞാൻ അവരോട് പറഞ്ഞത് മറുപടി ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞ മറുപടി തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്ന പ്രസ്ഥാനം അത് അധപ്പതിച്ച് ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുമ്പോൾ അതിൽ വളർന്നു വന്ന ഒരു മാതാവിനോടുള്ള പോലെ സ്നേഹം എൻ്റെ മാതൃസഭയോടുമുള്ള എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കാനൊക്കത്തില്ല. ഏതെങ്കിലും രീതിയിൽ അതിന് നന്മയുണ്ടാകത്തെങ്കിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാക്കാൻ ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാണ് ഞാൻ അവരെ സമ്മതിപ്പിച്ചത്. അവരത് പിന്നെ ഒടുവിൽ സമ്മതിക്കുകയും ചെയ്തു. തികച്ചും മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മറ്റ് ലീഡിംഗ് ചർച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായുള്ളൊരു ഇലക്ഷനാണ് IPCയിൽ നടക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ള സഭകളിലെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ സീനിയർ പാസ്റ്റർമാർ എന്നുള്ളൊരു പദവി വെച്ച് അവർക്ക് മാത്രം എന്ത് ഡിസിഷനും എടുക്കത്തക്ക രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ സഭകളിലെല്ലാം വിജയമാണ്. ഇങ്ങനെ നമ്മുടെ സഭകളിലെ പോണക്ക് കോടതി കയറി ഇറങ്ങി നടക്കുന്ന ആ ഒരു പ്രവണത മറ്റ് സഭകളിലില്ല. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് IPC സഭയിൽ, താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് IPC എന്ന നമ്മുടെ പ്രസ്ഥാനത്തിൽ
സീനിയർ സഭാ നേതാക്കളെ ചെറുപ്പക്കാരായ യുവാക്കന്മാർ, യുവതികളെന്ന് പറഞ്ഞതിൽ ക്ഷമിക്കുക, യുവാക്കന്മാർ, പ്രധാനമായിട്ടും യുവാക്കന്മാർ എന്തുകൊണ്ടാണ് സീനിയർ പാസ്റ്റർമാരെ ഭരിക്കേണ്ട ഒരു ഗതികേട് IPC സഭയ്ക്ക് വന്നത്? ഒരുപക്ഷെ എല്ലാ തെളിവുകളും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം ഇത് പ്രചരിപ്പിച്ച കാര്യമാണ്. സീനിയർ ശുശ്രൂഷകന്മാരോടൊപ്പം നമ്മളുടെ ചെറുപ്പക്കാരായ നേതാവാകാൻ നടക്കുന്ന ചെറുപ്പക്കാരായ നേതാക്കന്മാർ, യുവാക്കന്മാർ സഭാ നേതാക്കളോട് കയർത്ത് സംസാരിക്കുകയും സഭാ ശുശ്രൂഷയിൽ കയറിയിരിക്കുകയും കസേരയിലിരിക്കുകയും അവരോട് കൂടെ നിന്ന് ഇങ്ങനെയുള്ള ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം നമ്മുടെ സഭയെ ഒരു അർബുദം പോലെ കാർന്നു തിന്നുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ കണ്ടത് യുവജനങ്ങളിലാണ്. നമ്മുടെ 10ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാർ ഇപ്പോഴേ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. IPC സഭയ്ക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് പല തവണ ഞാൻ ചിന്തിച്ചു. നാട്ടിലായിരുന്ന സമയത്ത് ചിന്തിക്കുകയുണ്ടായി. നാട്ടിൽ നിന്ന് മടങ്ങി വന്ന ശേഷം സമീപ ദിവസങ്ങളിൽ പല സോഷ്യൽ മീഡിയകളിലും കണ്ട ഫോട്ടോകൾ കണ്ടപ്പോൾ അതൊന്നുകൂടെ വീണ്ടും എന്നെ ചിന്തിപ്പിച്ചു. കാരണം നമ്മുടെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോകൾ മുഴുവൻ കൊച്ചു പിള്ളേരാണ്. നമ്മുടെ സെൻട്രൽ ഭാഷന്മാർ, ഇപ്പം ജനറൽ എക്സിക്യൂട്ടീവ്സിൻ്റെ കൂടെ സെൻട്രൽ ഭാഷമാർ നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ കണ്ടില്ല. ജനറൽ എക്സിക്യൂട്ടീവ്സിൻ്റെ കൂടെ IPCയിലെ സീനിയർ പാസ്റ്റേഴ്സ് നിൽക്കുന്നൊരു ഫോട്ടോയും ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ വന്നില്ല. എന്നാൽ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, തോളിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന പല ഫോട്ടോകളും വന്നു. കുഞ്ഞുങ്ങൾക്ക് ദേവദാസൻ തോളിൽ കൈയിടാൻ അവകാശമില്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളാണ് അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചതെന്നുള്ളതിന് ഒരു തെളിവാണിത്. ഇംഗ്ലീഷുകാരൻ പറയുമല്ലോ, എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ് എന്ന്. അപ്പോൾ ആ പടങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇന്ന് IPCയിൽ എന്താണ് നടക്കുന്നതെന്ന്. അത് നമ്മുടെ വലിയൊരു ദുർഗതിയാണ്. കാരണം കൊച്ചിലെ എന്തുകൊണ്ട് നമ്മളിവരെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, എന്തുകൊണ്ട് ഇവരെ കരുക്കളാക്കി മാറ്റുന്നു, ചെറുപുരങ്ങന്മാരെ കൊണ്ട് തീ വാരിക്കുന്ന രീതിയിൽ മുതിർന്നവർ എന്തുകൊണ്ട് ഇവരെ അതിനുപയോഗിക്കുന്നു? അതിൻ്റെ പ്രത്യേകതയല്ലേ PYPA ഇലക്ഷനിലും സൺഡേ സ്കൂൾ ഇലക്ഷനിലും പോലും ഇപ്പോൾ പാനലുകളായില്ലേ? അതൊക്കെയാണോ നമ്മുടെ തലമുറയെ നമ്മൾ വളർത്താൻ? അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് ഈ പാനൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ? അല്ലെങ്കിൽ ഇപ്പോഴേ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതി ആണ് നമ്മളവർക്ക് കൈമാറി കൊടുക്കാൻ പോകുന്നത്, അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ പോകുന്നത്? വാസ്തവമായിട്ട് IPCയിലെ സീനിയർ ദൈവദാസന്മാർ, സീനിയർ ലീഡേഴ്സും ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. അങ്ങനെ ഒരു സമയം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു ദയനീയമായ കാഴ്ചയാണ് ഇലക്ഷൻ റിസൾട്ട് പബ്ലിഷ് ആയതിനു ശേഷം നമ്മളുടെ നേതാക്കന്മാർ സഭാ രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷം അവിടെ നടത്തിയ ഒരു പ്രസ്താവന. ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്കും സങ്കടം വന്നൊരു കാര്യമാണ്. അവരുടെ നിലപാട് അന്ന് അവിടെ വ്യക്തമാക്കിയ, അതായത് അന്ന് നടത്തിയ പ്രസ്താവനയിൽ, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പ്രസ്താവനയിൽ പണ്ടുള്ള, അതായത് നമ്മുടെ പിതാക്കന്മാർ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അവിശ്വാസികളായ വിശ്വാസികളെ രക്ഷാമാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ദൗത്യമായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ദയനീയമായ കാഴ്ച, സഭയിൽ കോടികൾ വരുവാൻ പ്രാർത്ഥിക്കാം, സഭയിൽ കോടികൾ കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക് സഭ മാറി. താങ്കളുടെ ഈ ഒരു കാഴ്ചപ്പാട്, താങ്കളുടെ വ്യക്തിപരമായ അല്ലെന്നുണ്ടെങ്കിൽ താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ച് താങ്കൾ ഇത്രയും നല്ല ഒരു ചർച്ച നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപകൻ എന്നുള്ള നിലയിൽ വിശ്വാസി സമൂഹത്തിനോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരം എന്താണ് ഈ ഒരു വിഷയത്തിൽ? ആ ചോദ്യം ചോദിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം 1994 ദൈവം എന്നെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി നിർബന്ധിച്ച് രംഗത്തിറക്കിയെന്ന് ആണെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങാൻ എനിക്ക് വലിയ മനസ്സൊന്നും അന്നില്ലായിരുന്നു. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള ഞാൻ, നല്ല ജോലി ചെയ്യേണ്ട ഞാൻ, എന്തിനാണ് മറ്റുള്ളവരുടെ ഓഫറിങ് കൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത അന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഞാൻ രംഗത്തിറങ്ങിയപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരുപാട് പാഠങ്ങൾ ദൈവനെ പഠിപ്പിച്ചു. അത് ഒരു കാര്യം ഞാൻ പറയാം, 3 കുഞ്ഞുങ്ങൾ അന്ന് എനിക്കുണ്ട്. എനിക്ക് സ്വന്തമായൊരു വീട് അമേരിക്കയിലുണ്ട്, പേയ്മെൻറ്റുള്ള വീടുണ്ട്, പേയ്മെൻറ്റുള്ള കാറുണ്ട്. അതെല്ലാം ഉണ്ടായ സമയത്താണ് അന്ന് എനിക്ക് $72,000 വർഷം തോറും ശമ്പളം തരാമെന്ന് പറഞ്ഞാൽ 94 ശമ്പളം തരാമെന്ന് പറഞ്ഞ ജോലിയുടെ ഓഫർ എൻ്റെ പോക്കറ്റിൽ കിടക്കുമ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ SPTയിൽ അന്നത്തെ എൻ്റെ സഭയാണ് SPT അന്ന് കുറച്ച് പേരേ ഉള്ളൂ. അവരെന്നോട് പറഞ്ഞു, ഭാഷ മാക്സിമം ഞങ്ങൾക്ക് ഭാഷ തരാനൊക്കുന്നത് $12,000 $12,000 ഉള്ളൂ ഒരു വർഷം.
പാഷ അതുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്നൊക്കെ എന്നോട് ചോദിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാൻ അന്ന് കൊടുത്ത മറുപടി, ദൈവം നമ്മളെ വിളിക്കുന്നു, ഞാനൊന്ന് നോക്കട്ടെ, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ചുവട് പറഞ്ഞ് ആദ്യത്തെ വർഷക്കാലം ഒരുപാട് വിശ്വാസ പാഠങ്ങൾ ഞാൻ പഠിച്ചു. വെറും $5 മാത്രം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. 3 കുഞ്ഞുങ്ങളെ പോറ്റണം, വീടിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം, കാറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം. വെറും $5 മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദിവസങ്ങളെ ഞാൻ ഓർക്കുന്നു. പക്ഷെ അന്നും ആരുടെയും മനുഷ്യരുടെ മുമ്പിൽ പോയി തലകുനിച്ചില്ല, ആരോടും പരാതി പറഞ്ഞില്ല, ദൈവത്തോട് മാത്രമേ വിഷയങ്ങൾ പറഞ്ഞുള്ളൂ. അന്നും ദൈവം ഞങ്ങളെ അത്ഭുതമായിട്ട് നടത്തി വിശ്വാസത്തിൽ ഒരുപാട് പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഇന്നെനിക്ക് വിശ്വാസം ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു. എന്തിനാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയാം. അങ്ങനെ ഞാനൊരു ധൈര്യപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ജോഷൻ പറഞ്ഞൊരു വിഷയമാണ്. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച പാഠം അതാണ്. ഞാൻ അന്ന് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മകൻ ടീനേജ് പ്രായത്തിലോട്ട് കയറിയ സമയമാണ്. അവൻ്റെ കൂട്ടുകാരെല്ലാം $60, $70, $100 വിലയുള്ള സ്നീക്കേഴ്സ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുമ്പോൾ $15 സ്നീക്കേഴ്സ് വാങ്ങിച്ചു കൊടുക്കാൻ അന്ന് എനിക്ക് പൈസ ഇല്ലായിരുന്ന ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ മോൻ എന്നോട് പറഞ്ഞ ഒരു പരാതിയുണ്ട്, ഡാഡിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഡാഡിക്ക് നല്ല ജോലി കിട്ടിയിട്ടും ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് മിനിസ്ട്രിക്ക് പോയതുകൊണ്ടല്ലേ, എന്തുകൊണ്ട് ഡാഡി ജോലിയുടെ കൂടെ മിനിസ്ട്രി ചെയ്തില്ല? അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് നല്ല സ്നീക്കേഴ്സ് വാങ്ങിച്ചു തരാൻ ഡാഡിക്ക് പൈസ കണ്ടേനെയല്ലോ എന്നോട് പരാതി പറഞ്ഞ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 13-14 വയസ്സുള്ള പ്രായത്തിൽ. എന്നാൽ അന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തൊരു പാഠമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത പാഠം എന്താണെന്നറിയാമോ? എല്ലാവരും ഇന്ന് പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്നല്ലോ, പിതാക്കന്മാരുടെ കഷ്ടത പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്നല്ലോ. എന്നാൽ പിതാക്കന്മാരുടെ മാതൃക എത്ര പേര് പിന്തുടരുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. എൻ്റെ മോനോട് ഞാൻ പറഞ്ഞ മറുപടി ഞാൻ പറയാം. ഞാനന്ന് മറുപടി പറഞ്ഞു കൊടുത്തത്, T.S. ഏബ്രഹാം പാസ്റ്റർ, ഞാനൊരു അപ്പനെ പോലെ ബഹുമാനിക്കുന്ന ദൈവദാസന്. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാഞ്ഞതുകൊണ്ട് ആലുവ UC കോളേജിൽ മയങ്ങി വീണ ചരിത്രമൊക്കെയാണ് ഞാൻ എൻ്റെ മോനെന്ന് പറഞ്ഞു കൊടുത്തത്. അതുപോലെ മറ്റു പല ദൈവദാസന്മാരുടെയും മക്കൾ കഷ്ടപ്പെട്ട കാര്യം, സ്കൂളിൽ പോകാൻ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം മകനോട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, അവരുടെ എല്ലാ അടുത്ത തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു നോക്കുക. അതുപോലെ ഞാൻ ദൈവത്തോട് വിശ്വസ്തനായി നിന്നാൽ നിങ്ങളെയും ദൈവം വികാരം വരുന്ന ക്ഷമിക്കണം, അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ദൈവസങ്ങളിൽ ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും വന്നില്ല. എൻ്റെ 3 കുഞ്ഞുങ്ങൾക്കും കുറഞ്ഞ വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലെങ്കിലും വിദ്യാഭ്യാസമുണ്ട്. മകൻ MBA എടുത്തിട്ട് നല്ലൊരു ഫീൽഡിൽ ജോലി ചെയ്യുന്നു. മകള് ഹെൽത്ത് കെയറിൻ്റെ ഡിഗ്രിയുമുണ്ട്, MBA ഉണ്ട്. ഇളയ മകള് ഡോക്ടറായിട്ട് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ദോഷവും വന്നില്ല. ഞാൻ പറയട്ടെ, ഞങ്ങൾ ആ വിശ്വാസത്തിൻ്റെ തിച്ചുകളിലൂടെ പോയപ്പോഴൊക്കെ IPCയിലെ പൂർവ്വപിതാക്കന്മാരുടെ മാതൃകയാണ് ഞങ്ങൾ ഓർത്തിട്ടുള്ളത്. കാരണം അതൊക്കെയാണ് കേട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വാസ ജീവിതത്തിൽ തയ്യാറായി ശുശ്രൂഷകനായിട്ട് രംഗത്ത് വന്നപ്പോൾ അവരെ പോലെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടാണ് രംഗത്ത് വന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ അമേരിക്കയിൽ താമസിക്കുന്നത്, ഇന്ന് ഞാൻ ഒരു പണക്കാരനല്ല. എന്നാൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മാന്യമായിട്ട് ദൈവം നടത്തുന്നു, മാന്യമായിട്ട് ദൈവം ഞങ്ങളിവിടെ ജീവിക്കുന്നു. എന്നാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെ നോക്കി. ഇന്ന് രാവിലെ ജോഷൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയല്ല, രാവിലെ ഉണർന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒന്നാമത്തെ ചിന്താഗതി എന്താണെന്നറിയാമോ? അപ്പച്ചന്മാരുടെ മാതൃകയാണ് ഞങ്ങൾ പിന്തുടരുന്നതെന്ന് ഇന്നത്തെ നേതാക്കന്മാർക്ക് എങ്ങനെ പറയാൻ കഴിയും? വാസ്തവത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ നോക്കി, കോടീശ്വരന്മാരുടെ ഒരു ക്ലബ്ബായിട്ട് അത് മാറിയില്ലേ? കോടീശ്വരന്മാരുടെ ഒരു ക്ലബ്ബാണ് ഇന്ന് IPCയുടെ നേതൃത്വം എന്ന് പറയുന്നത്. അതിനകത്ത് അല്ലെന്ന് പറയാവുന്ന ഒരാൾ തോമസ് ഫിലിപ്പ് മാത്രമേ കാണുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാസ്തവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നുമില്ലാത്ത ആൾ എന്ന് നമ്മൾ ചിന്തിച്ച നമ്മുടെ പ്രസിഡന്റിന് പോലും അടുത്ത കാലത്ത് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ ശരിയാണെങ്കിൽ പലയിടങ്ങളിലും സ്വന്തമായ ഭവനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കോടീശ്വരനാണ്. അപ്പോൾ കോടീശ്വരന്മാരുടെ ക്ലബ്ബാണ്. എന്നാൽ IPCയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ദൈവദാസന്മാർ ഇന്നുണ്ട്. വടക്കേ ഇന്ത്യയിലോട്ട് പോവാം, ഞങ്ങൾ കാണിച്ചു തരാം എന്ത് കഷ്ടപ്പെട്ടാണ് അവർ കർത്താവിനെ സേവിക്കുന്നതെന്ന്. അപ്പോൾ പിതാക്കന്മാരുടെ മാതൃകയാണ് ഞങ്ങൾ പിന്തുടരുന്നതെന്ന് സ്റ്റേജിൽ നിന്ന് അടിച്ചാൽ എന്നെപ്പോലെയുള്ളവർ വകവെച്ച് ചേർത്തില്ല. കാരണം വാസ്തവത്തിൽ പിതാക്കന്മാരുടെയൊക്കെ മാതൃക പിന്തുടർന്ന് ഞങ്ങളൊക്കെയാണ്. കാരണം അതുപോലെ വില കൊടുത്ത് പിടിച്ചു നിന്ന് ശുശ്രൂഷകൾ വളർന്നതാണ്. അതുകൊണ്ട് ദൈവം ശുശ്രൂഷകൾ വളർത്തി. അതിനകത്ത് യാതൊരു പരിഭവമില്ല. അന്ന് പണമില്ലാഞ്ഞതിനകത്തും പരിഭവമില്ല. കാരണം ദൈവാവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി ശുശ്രൂഷകൾ ദൈവം വളർത്തുകയും ചെയ്തു, ശുശ്രൂഷ മാനിക്കുകയും ചെയ്തു. അതായിരുന്നു നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യം വീണ്ടും IPCയിൽ വന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ IPCയുടെ ജനറൽ കൗൺസിൽ മെമ്പറാണല്ലോ. IPCയുടെ
കണക്കനുസരിച്ച് എബവ് 80% ഫണ്ടും അമേരിക്കൻ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മലയാളികളെ ഉൾപ്പെടെ ക്യാൻവാസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇൻ്റർനാഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്ന കുമ്പനാട്ട് നടന്ന് സ്റ്റേ ആയിരിക്കുന്ന ഒരു ബിൽഡിംഗ്. അതിനെപ്പറ്റിയുടെ താങ്കളുടെ ഒരു അഭിപ്രായം ഒന്നറിഞ്ഞായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. IPC ജനറൽ കൗൺസിലിൻ്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഈ വരുന്ന 3 വർഷം കൊണ്ട് അടുത്ത ജനറൽ ഇലക്ഷന് മുമ്പായിട്ട് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം മൊത്തമായിട്ട് ഒന്ന് അഴിച്ചു പണിയണം എന്നുള്ളതാണ് എൻ്റെ മാത്രമല്ല ചിന്തിക്കുന്ന IPCയിലുള്ള സകല ദൈവമക്കളുടെയും താല്പര്യം. അതുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ മറ്റ് ദൈവദാസന്മാരോടും വിശ്വാസികളോടും ചേർന്ന് അതിനുവേണ്ടി ആരംഭം മുതൽ വർക്ക് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് ഈ IPCയെ പോലുള്ള ബൃഹത്തായ ഒരു പ്രസ്ഥാനത്തിന് ഒരു വൈസ് പ്രസിഡൻ്റ് ആകാവുന്നില്ല. വാസ്തവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, കേരളത്തിൽ നിന്നാണ് IPCയുടെ പ്രസിഡൻ്റെങ്കിൽ വടക്കേന്ത്യയിൽ നിന്ന് ഒരു വൈസ് പ്രസിഡന്റ്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു വൈസ് പ്രസിഡന്റ്, അമേരിക്കയിൽ നിന്ന് ഒരു വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ 3 വൈസ് പ്രസിഡന്റുമാരെ നമ്മൾ തിരഞ്ഞെടുത്താൽ എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടും, എല്ലാവർക്കും സഭയോടുള്ള ആമുഖ്യം കൂടും. അതേ കാര്യം തന്നെ ജോയിൻറ്റ് സെക്രട്ടറിമാരോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭകൾക്കെല്ലാം കൂടുതൽ പ്രാതിനിധ്യം എക്സിക്യൂട്ടീവ്സിൽ കിട്ടും. ആ ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്ന് എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല ചിന്തിക്കുന്ന അനേകരുടെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. IPC അമേരിക്കയിലുള്ള ആളുകളെ തഴഞ്ഞോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ വ്യക്തമായിട്ട് മറുപടി പറയുന്നില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഒരാൾക്ക് വൈസ് പ്രസിഡന്റ് ആകാനൊക്കത്തുള്ളൂ, ഒരാൾക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആകാനൊക്കത്തുള്ളൂ. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അമേരിക്കയിൽ നിന്ന് ആരും കാൻഡിഡേറ്റ് ആയിട്ട് നിന്നുപോലുമില്ല. ഫ്രഷാർ സ്ഥാനത്തേക്ക് ആരും അമേരിക്കയിൽ നിന്ന് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നില്ല. പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമേ അമേരിക്കയിൽ നിന്ന് കാൻഡിഡേറ്റ്സ് ഉള്ളായിരുന്നു, ഞാൻ ഉൾപ്പെടെ ഉള്ളായിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഒരാളല്ല ആയതെന്ന് നമുക്കറിയാമല്ലോ. അത് നമ്മുടെ സിസ്റ്റം അനുവദിക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. എന്നാൽ ഇപ്പോൾ IPCയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ പരസ്യമായിട്ട് കേരളത്തിൽ പറഞ്ഞതായിട്ട്, കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പലരും വന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് അമേരിക്കക്കാരെ ആവശ്യമില്ല, അമേരിക്കക്കാരുടെ പണം മതി, അഥവാ അമേരിക്കയുടെ പണം വന്നില്ലേലും സാരമില്ല, കേരളത്തിലുള്ള ഞങ്ങൾ നോക്കിക്കൊള്ളാം IPCയുടെ കാര്യം എന്ന് പരസ്യമായിട്ട് പറഞ്ഞെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അങ്ങനെ പറയുന്നവരൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാരെങ്കിൽ മറ്റുള്ളവരിലും ആ സ്വാധീനം വളരും. അതൊരു വിഷവിത്തായിട്ട് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികൾ മാറ്റിവെച്ചിട്ട് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നമ്മുടെ സഭയ്ക്ക് നന്മ വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ താല്പര്യം. IPC ഇൻ്റർനാഷണൽ ബിൽഡിങ്ങിനെ കുറിച്ചും ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ജനറൽ പ്രസിഡന്റ് വന്ന് ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യൻ സഭയുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നുള്ള അഭിപ്രായത്തിൻ്റെ വലിയൊരു വേലിയേറ്റമായിരുന്നല്ലോ അന്ന്. വലിയ സ്വീകരണം എനിക്ക് എല്ലായിടത്തും കിട്ടി, അമേരിക്കയിലും കിട്ടി. അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ പണം കൊടുത്താൽ അത് പൂർണ്ണമായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ അത് ഉത്തരവാദിത്തോടെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അത് അമേരിക്കയിലുള്ള അനേക ദൈവജനങ്ങൾ ആ വിഷയത്തിൽ സഹകരിച്ചു. അനേകം മുറികളെടുത്തൊരു മനുഷ്യൻ അല്ല ഞാൻ, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അവകാശമില്ല. എന്നാൽ കൊടുത്ത അനേകരെ എനിക്കറിയാം. വ്യക്തിപരമായിട്ട് 10 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ കൊടുത്തവരെ എനിക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ കുമ്പനാട്ടി ചെല്ലുമ്പോൾ കാണുന്ന IPC ഇൻ്റർനാഷണൽ ബിൽഡിങ്ങിൻ്റെ ഗതി പരിതാപകരമാണ്. അനേക മുറികൾ അനാഥമായി കിടക്കുകയാണ്. അവിടെ വെച്ചിരിക്കുന്ന കഥകൾ ആ മുറികൾക്ക് ചേരുന്ന കഥകളല്ല. ഇന്ന് വീടുകളിൽ പോലും സ്പ്ലിറ്റേഴ്സുകളുള്ള കാലത്ത് അവിടുത്തെ ഒരു മുറിയിൽ സ്പ്ലിറ്റേഴ്സ് ഞാൻ കണ്ടില്ല. കൊച്ചു AC യൂണിറ്റുകൾ 1-2 പേരിന് മാത്രം ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടു. പലയിടത്തും ബാത്റൂമിൻ്റെ പണികൾ പൂർണ്ണമായിട്ടില്ല. അങ്ങനെ ഒരു പണി തീരാത്ത വീടായിട്ട് ഇന്ന് അത് അവശേഷിക്കുകയാണ്. എല്ലാറ്റിനും പുറത്ത് ഇന്ന് അത് സ്റ്റേയിലും വന്നിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ചുക്കാൻ പിടിച്ചത്, പിരിച്ചെടുത്ത പണം എവിടെ പോയി എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നാൽ അതേസമയം തന്നെ എങ്ങനെയെങ്കിലും ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നും നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. കാരണം സഭയുടെ നെറ്റിയിൽ ഒരു കളങ്കമായി അത് കിടക്കാൻ പാടില്ല. അതിന് IPCക്കാരായ നിയമക്കൾ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് ആ കെട്ടിടത്തിൻ്റെ പണിയെങ്കിലും കുറഞ്ഞ വർഷം പൂർത്തീകരിക്കണം. കാരണം അതിനുശേഷം തുടങ്ങിയാണല്ലോ ചർച്ചക്കൂടിലെ പണികൾ. മുളക്കഴയിലൊക്കെ എത്രയോ കെട്ടിടങ്ങൾ അവർ പണിത് തീർത്തു. ആർക്കും ഒരു പരാതിയും പറയാത്തതിന് മനോഹരമായിട്ട് അത് ചെയ്തു തീർത്തില്ലേ. എന്നിട്ട് കോടീശ്വരന്മാർ ധാരാളമുള്ള IPC സഭയിൽ എന്തുകൊണ്ട് ഈ നമ്മുടെ ഇൻ്റർനാഷണൽ ബിൽഡിങ്
പണി തീരാത്ത വീടായി കിടക്കുന്നു. ഇത് നമുക്ക് നാണക്കേടല്ലേ? അങ്ങനെ തുടരാൻ പാടില്ല. അത് ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കട്ടെ. ജേക്കബ് ജോൺ ഇതിനകത്തുനിന്ന് പണം വെട്ടിച്ചു എന്ന് ഞാൻ സൂചിപ്പിക്കുന്ന പോലുമില്ല. അദ്ദേഹം അങ്ങനെ ചെയ്തു ഞാൻ ചിന്തിക്കുന്നില്ല, ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ എവിടെയോ ഈ പണം പറഞ്ഞു, ആരുടെ കയ്യിലൊക്കെ ഈ പണം ചെന്ന് അവസാനിച്ചു. പണം ലഭിച്ചവർ അവർ ചെയ്യാവുന്ന പണി ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടെ ഞാനോട് ചേർന്ന് പറയാം. ഞാൻ നേതൃത്വം കൊടുക്കുന്ന MP-യിൽ നിന്നുള്ള ഷിബു തോമസ് എന്ന് പറയുന്ന ഒരു പൈതൽ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ബിൽഡിംഗ് ഒക്കെ പണിത് വയ്ക്കുന്ന ഒരു മനുഷ്യനാണ്. റിയൽ എസ്റ്റേറ്റൊക്കെ ധാരാളം ഇടപെടുന്ന മനുഷ്യനാണ്. അദ്ദേഹം വന്ന് പ്രോമിസ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ മുടക്കി അത് പൂർണ്ണമായിട്ട് പണി ചെയ്ത് കൊടുക്കാം. ചുരുക്കം ചില നാളുകളിലേക്ക് അവിടെ നിന്നുള്ള റെൻ്റൽ ഇൻകം എടുത്ത് കുറച്ചെങ്കിലും പണം റിക്കൂപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന നേരിട്ട് ഞാൻ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. വാസ്തവത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നോ അതോ വെറുതെ കയ്യേട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണോ? ഞാനത് നേരിട്ട് ചോദിച്ചപ്പോൾ അല്ല പാസ്റ്ററെ, ഞാനത് ചെയ്യാൻ 100% തയ്യാറായിരുന്നു. പക്ഷേ നാട്ടിൽ ആരും ഒന്നും ചെയ്യാൻ ആരെയും അനുവദിക്കത്തില്ല എന്നാണ് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്. നമ്മുടെ ഈ ദുർഗതി മാറണം. നമ്മൾ സഭയായിട്ട് മടങ്ങി വരണം. നമ്മൾ തുടങ്ങി വെക്കുന്ന പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കണം. സഭയുടെ മുമ്പിൽ നമുക്ക് ഇന്നുള്ള ലജ്ജാകരമായ ഈ അവസ്ഥ മാറ്റാവുന്നതേ ഉള്ളൂ. നവയുമക്കൾ അതിനു വേണ്ടി എഴുന്നേൽക്കണം. ചുരുക്കം ചിലരെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സഭയുടെ വക്താക്കളാക്കി നിർത്താതെ IPC ഉള്ള എല്ലാ ദൈവമക്കളും കൂടെ ഒന്നിച്ച് എഴുന്നേറ്റ് പറയണം, ഇനി ഞങ്ങൾ അനുവദിക്കുകയില്ല, സഭയെ ഇങ്ങനെ ദുർഗതിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, സഭയെ അധപ്പതിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നൊന്നിച്ച് സംസാരിക്കാമെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് മുമ്പിൽ ഈ ഗതിഗതികളെല്ലാം മാറും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ എത്രയും വേഗം നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നോർത്ത് അമേരിക്കൻ മലയാളി പെന്തക്കോസ്ത് സമൂഹം ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം വിശ്വാസി സമൂഹമാണ്. താങ്കൾക്ക് നേരിട്ട അനുഭവത്തിൽ നിന്നും അതോടൊപ്പം തന്നെ IPCയുടെ ജനറൽ കൗൺസിൽ മെമ്പർ ആയിരിക്കുകയും ചെയ്യുന്ന താങ്കൾക്ക് എന്താണ് ആ വിശ്വാസി സമൂഹത്തോട് പറയാനുള്ളതെന്ന് ചുരുക്കം ചില വാക്കുകളെന്ന് പറയാമോ? അമേരിക്കയിലെ ആദ്യത്തെ IPCയുടെ റീജിയനാണ് IPC ഈസ്റ്റേൺ റീജിയൻ. ആ ഈസ്റ്റേൺ റീജിയൻ്റെ ഒന്നാമത്തെ ആലോചന മീറ്റിംഗ് ഞാനും അതിനകത്തൊരു ഭാഗമായിരുന്നു. ആ തുടക്കം മുതൽ ആ റീജിയനിലുണ്ടായിരുന്ന ദേവദാസന്മാരിൽ നിന്ന് അവശേഷിക്കുന്നവരിൽ ചുരുക്കം ഒരാൾ ഞാനാണ്. അതുകൊണ്ട് IPCയുടെ അമേരിക്കനിലെ IPCയുടെ കാര്യങ്ങളിൽ സജീവമായി ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അനേക വർഷങ്ങൾ ഇവിടുത്തെ റീജിയൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. ആ കാലങ്ങളിലാണ് നാട്ടിലേക്ക് ധാരാളമായി പണം അമേരിക്കയിൽ നിന്ന് പോകാൻ തുടങ്ങിയത്. ഞാൻ ഈ റീജിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് PG കോഴ്സ് നാട്ടിൽ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ആ PG കോഴ്സിൻ്റെ പൂർണ്ണ ചുമതല, സാമ്പത്തിക ചുമതല IPC ഈസ്റ്റേൺ റീജിയൻ ഏറ്റെടുക്കുകയും അനേക വർഷങ്ങൾ അങ്ങനെ സഹായിക്കുകയും ചെയ്തു. അതുപോലെ മറ്റ് റീജിയനുകളിലൊക്കെ ഓരോ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് മുതൽ കൂടുതൽ പണം IPCക്ക് വേണ്ടി നാട്ടിലേക്ക് പോയിട്ടേ ഉള്ളൂ. ആദ്യ കാലങ്ങളൊക്കെ ഇവിടെ IPCക്കാരുണ്ടായിരുന്നെങ്കിലും അങ്ങനെ അധികം പണം നാട്ടിലോട്ട് പോകുന്നില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അല്ല. അനേക കോടി രൂപ ഒരു വർഷം മലയാളികളായ ദൈവമക്കൾ നാട്ടിൽ IPCക്ക് വേണ്ടിയും IPC നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അമേരിക്കയിൽ നൽകുന്നുണ്ട്. എന്നാൽ ഈ IPCയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല കമൻറ്റുകളും കേൾക്കുന്നെങ്കിലും ഇത്രയും സംഗതികൾ അധപ്പതിച്ചിരുന്നൊക്കെ ഞങ്ങളൊക്കെ രംഗത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോലും മനസ്സിലാക്കിയത്. അതൊക്കെ ഇതിലൂടെ പങ്കിടുന്നത് കൊണ്ട്, ഇന്നത്തെ ഇൻ്റർവ്യൂവിലൂടെ പങ്കിടുന്നതുകൊണ്ട് ഇനി അമേരിക്കയിലുള്ള എല്ലാ ദൈവങ്ങളും മനസ്സിലാക്കാൻ പോവുകയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ മാറി നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ദൈവങ്ങളോട് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ സഭയെ സ്നേഹിക്കുന്നു, ഇത് നമ്മുടെ കുടുംബം. അപ്പം നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മളാരും പോയി അയൽപക്കത്തെ കുടുംബത്തിൽ പോയി മെമ്പറാകാറില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കുടുംബം വിട്ട് നമ്മളെങ്ങും പോകുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം ഉണ്ടാക്കും. അമേരിക്കയിലെ ദൈവജനങ്ങൾ ഇന്നത്തെ സിറ്റുവേഷനിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ മാറ്റത്തിന് വേണ്ടി വാദിക്കുക. നിങ്ങളുടെയൊക്കെ റീജിയനുകളിൽ നിന്ന് ജനറൽ കൗൺസിൽ മെമ്പേഴ്സായിട്ട് പോയിട്ടുള്ള ദൈവദാസന്മാരോടും വിശ്വാസികളോടും പറയണം, അടുത്ത 3 വർഷം കൊണ്ട് ഈ സിസ്റ്റം പൂർണ്ണമായിട്ട് അഴിച്ചു പണിയാൻ ശക്തമായി ജനറൽ കൗൺസിൽ സംസാരിക്കണം എന്ന് പറയണം. കുമ്മനാട് കൺവെൻഷൻ നിങ്ങൾ 100 കണക്കിന് ആളുകൾ പോകാറുണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന സകല നേതാക്കന്മാരോടും, ജനറൽ തലത്തിലുള്ളവരോടും സ്റ്റേറ്റ് തലത്തിലുള്ളവരോടും മെയിനായിട്ടുള്ള സകല ആളുകളോടും പറയണം, ഈ പരിപാടി പറ്റത്തില്ല, സഭയെ ഇങ്ങനെ അധപ്പതിപ്പിക്കാൻ പറ്റത്തില്ല, സഭയ്ക്ക് വ്യത്യാസം വന്നേ മതിയാകുള്ളൂ എന്ന് വ്യക്തമായിട്ട് ശക്തമായിട്ട് സംസാരിക്കണം. നമ്മുടെ ശബ്ദങ്ങൾക്ക് വിലയുണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. അത് അവർ മാനിക്കും, അതനുസരിച്ച് സ്റ്റെപ്പുകൾ എടുക്കും. അതുകൊണ്ട് ദൈവവിലയ്ക്കായിട്ട് കൊടുക്കുന്നത് ആരുമാണോ ശലം നിർത്തരുത്. പാവപ്പെട്ട ദൈവമക്കൾ ഇതിനൊന്നും കരുവാകാൻ പാടില്ല.
അല്ലെ പാവപ്പെട്ട ദൈവദാസന്മാരൊന്നും കരുവാൻ പാടില്ല. തുടർന്ന് നമുക്ക് സഹായിക്കണം. എന്നാൽ അതേസമയം തന്നെ നമ്മൾ മാറ്റത്തിന് വേണ്ടി നിൽക്കണം. എൻ്റെ ഇപ്പോഴത്തെ ഒരു താല്പര്യം, അടുത്ത സ്റ്റേറ്റ് ആൻഡ് ജനറൽ ഇലക്ഷൻ വരുമ്പോഴേക്കും 3 വർഷമുണ്ടല്ലോ, ഈ സിസ്റ്റം മൊത്തമായി നമുക്ക് അഴിച്ചു പണിത് ചെയ്തിട്ട് ഒരു പുതിയ സിസ്റ്റം നമുക്ക് രംഗത്ത് കൊണ്ടുവരണം. അതിന് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് പരിശ്രമിച്ചാൽ നടക്കും. ഇവിടെ അമേരിക്കയിലൊക്കെ എത്രയും മാന്യമായിട്ട് നമ്മൾ IPSലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, അതേ മാന്യതയിലേക്ക് നാട്ടിലും കാര്യങ്ങൾ വരണം. തുടർചലനങ്ങളിലൂടെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം പങ്കുവച്ചത് അമേരിക്കയിലെ ഗേറ്റ്വേ ചർച്ച് സ്ഥാപകനും അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡന്റുമായിരിക്കുന്ന റവറൻ ഡോക്ടർ സണ്ണി ഫിലിപ്പാണ്. സണ്ണി ഫിലിപ്പിന് എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഹൃദയം തുറക്കാനും വാസ്തവമായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും വേദി ഒരുക്കി തന്ന തുടർചലനങ്ങൾക്ക് പ്രത്യേകമായി നന്ദി. താങ്ക് യു.